അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാന്യ ശ്രോതാക്കളെ, ഒരു നീണ്ട യാത്രയിലായതുകൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടില്ല, ക്ഷമിക്കണം. നമ്മുടെ ഇന്നത്തെ വിഷയവും കൂടി കരിഞ്ജീരകത്തെപ്പറ്റിയാണ്. കരിഞ്ജീരകത്തെപ്പറ്റി ഹദീസിൽ വന്ന കാര്യത്തെപ്പറ്റി നന്നായി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരണം അല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും അതിൽ കരിഞ്ജീരകത്തിൽ ശമനമുണ്ട് എന്ന്. അതിൻ്റെ അർത്ഥം ഒരുപാട് വ്യത്യസ്തമായ രോഗങ്ങൾക്ക് അതിൽ ശമനമുണ്ട് എന്നാണ്. ഇതിൽ കിട്ടുന്ന ഇത് കഴിച്ചാലുണ്ടാകുന്ന മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ, ഔഷധ ഫലങ്ങൾ നമ്മുടെ ചർമ്മത്തിന്, തോലിന് ഒരു വലിയ ആരോഗ്യം കിട്ടും. അതായത് നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന വ്യത്യസ്തമായ രോഗങ്ങൾ ഉണ്ടാവുകയില്ല. നമ്മുടെ തോലിന് നല്ല ഒരു അഴക്, ഒരു ഭംഗി ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ച, നല്ല ഒരു വളർച്ച ഉണ്ടാകും. തലയോട്ടിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതായത് തലയോട്ടിലുണ്ടാകുന്ന ചില്ലറ രോഗങ്ങൾ കാരണമാണ് ഈ മുടി കൊയ്തു പോവുക, മുടിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, മുടിക്ക് വളർച്ച ഇല്ലാണ്ടിരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് ഉണ്ടാവുകയില്ല, അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നമ്മുടെ രോഗപ്രതിരോധ ശക്തി. ഈ രോഗപ്രതിരോധ ശക്തി കൂടും. അതുമൂലം നമ്മുടെ ശരീരത്തിൽ അത് ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന പല ജാതി രോഗങ്ങളും ഇല്ലാണ്ടാകും. അതേപോലെ തന്നെ ഈ ശരീരത്തിൻ്റെ അകത്തുള്ള വീക്കങ്ങൾ, അത് വലിയ പ്രശ്നമാണ്, പല രോഗങ്ങളിലേക്കും വഴിയൊരുക്കുന്നതാണ്. അത് ഇല്ലാണ്ടാകും. ചുരുക്കത്തിൽ രോഗപ്രതിരോധ ശക്തി കൂടും. അതേപോലെ തന്നെ ഇന്ന് എല്ലാവർക്കും ഒരു പ്രശ്നമായ, എല്ലാവരിലും കേൾക്കപ്പെടുന്ന ഒരു രോഗമാണ് പ്രമേഹം. അതായത് ഷുഗറിൻ്റെ ലെവൽ കൂടുക. അത് പിന്നെ അതിൻ്റെ തനതായ റേഞ്ചിൽ തന്നെ നിൽക്കും. ഷുഗർ കൂടുകയോ കുറയുകയോ ഇല്ല ഇത് കഴിക്കുന്നവർക്ക്. കൂടാതെ കൂടുതൽ തടിയുടെ ഭാരങ്ങളൊക്കെ അത് കുറയും. അതായത് പൊണ്ണത്തടിയന്മാരാവുകയില്ല, വെയിറ്റ് കുറയും എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ നമ്മുടെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുകയില്ല. അതിന് വലിയ ഒരു ആരോഗ്യം ലഭിക്കും. കൂടാതെ നമുക്ക് നല്ല ഉറക്കവും ലഭിക്കും ഇത് മുഖേന, ഇത് കഴിക്കുന്നത് കൊണ്ട്. ഇപ്പോൾ ഉറക്കമില്ലാത്ത വലിയ ഇഷ്യൂ ആണ്. ഉറക്കം നന്നായി ലഭിക്കും. അതേപോലെ തന്നെ നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യം വലിയ പ്രശ്നമാണ്. ഇന്ന് പലരിലും കണ്ടുവരുന്ന അതിൻ്റെ ബലാക്ഷയം, എല്ലിന് ബലമില്ലാണ്ടാകുന്ന അവസ്ഥ, അത് എല്ല് പൊട്ടിപ്പോകുന്ന അവസ്ഥ, ഇതൊക്കെ ഉണ്ടാവുകയില്ല. അതിന് വലിയ ഒരു ശക്തി എല്ലിന് ലഭിക്കും, ആരോഗ്യം ലഭിക്കും. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും കാണപ്പെടുന്ന ബാക്ടീരിയ, ഫംഗസ് സംബന്ധമായ ഇൻഫെക്ഷനുകൾ, അതിനെയും ഇത് തടയും, അവ ഉണ്ടാവുകയില്ല. എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ രോഗമായ ക്യാൻസറുകൾ വരെ അത് തടയും.
പല ജാതി ക്യാൻസറുകൾ ഉണ്ടാവുകയില്ല. രക്തത്തിൽ ക്യാൻസർ, അതുപോലെ തന്നെ സ്ത്രീകളുടെ നെഞ്ഞിൻ്റെ 2 ഭാഗത്തുണ്ടാകുന്ന ആ ക്യാൻസറുകൾ, ഇങ്ങനെയുള്ള പലതര ക്യാൻസറുകളെ ഇത് തടയും. ഇങ്ങനെ വലിയൊരു പവർ ഈ കരിഞ്ജീരകത്തിന് ഉണ്ട്. അതേപോലെ തന്നെ തലവേദനകൾ, മൈഗ്രെയിനിൻ്റെ തലവേദന, അതേപോലെ തന്നെ കണ്ണിൽ തിമിരം, കിഡ്നിയുടെ കല്ല്, മൂത്രസഞ്ചിയിൽ കല്ല്, ജലദോഷം, ചുമ, ആസ്തമ, ഉദരങ്ങളിൽ ഉണ്ടാകുന്ന ഡിസോർഡറുകൾ, അതായത് നമ്മുടെ വയറ്റിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനൊക്കെ വളരെ നല്ലതാണ്. ഇത് കഴിക്കുന്നത് മൂലം അവ ഉണ്ടാവുകയില്ല, ഉണ്ടെങ്കിൽ അത് കുറയും. അതേപോലെ തന്നെ മുലയൂട്ടുന്ന ഉമ്മമാർക്ക് പാല് വർദ്ധിക്കും. അതേപോലെ അവരുടെ ആർത്തവത്തിൽ, ഹൈദിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് പിന്നെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. അത് അതിൻ്റെ ആ സൈക്കിൾ അതിൻ്റെ തനതായ രൂപത്തിൽ നടക്കും. മുഖത്തിൻ്റെ ഭംഗിക്ക് വളരെ നല്ലതാണ്. ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾക്ക് നല്ലതാണ്. അവയെ തടയാനും അവയെ കുറക്കാനും അവയെ ഇല്ലാണ്ടാക്കാനും വളരെ നല്ലതാണ് ഈ കരിഞ്ജീരകം എന്നുള്ളത്. ഇതിൻ്റെ മെഡിക്കൽ ഫായ്ദകളെപ്പറ്റി പല ശാസ്ത്രജ്ഞരും, ലോകത്തിലെ നാനാഭാഗത്തുള്ള യൂണിവേഴ്സിറ്റികളുടെ ശാസ്ത്രജ്ഞർ, ഗവേഷകർ അതിനെ പഠനം നടത്തി ധാരാളം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മെഡിക്കൽ ഫായ്ദകളെപ്പറ്റി. നമ്മുടെ പഴയകാലത്തുള്ള മെഡിക്കൽ ഫീൽഡിലെ ശാസ്ത്രജ്ഞരും ഇതിനെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ മെഡിക്കൽ ഫായ്ദകളെപ്പറ്റി. ചുരുക്കത്തിൽ അതിനൊരുപാട് മെഡിക്കൽ ഫായ്ദകളുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എങ്കിലും അത് കൂടുതൽ കഴിക്കാൻ പാടില്ല. 1 ടീസ്പൂൺ എടുത്ത് അതിന് 4 ഓഹരി വെച്ച് 1 ഓഹരിയെ കഴിക്കാൻ പറ്റുകയുള്ളൂ. അത് വലിയ ഔഷധമെന്ന് പറഞ്ഞ് ആരും കൂടുതൽ കഴിച്ചു പോകരുത്. പിന്നെ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫാമിലി ഡോക്ടേഴ്സ് ഉണ്ടാവും, അവരോടൊന്ന് ആലോചിച്ച് കഴിക്കുന്നത് വളരെ ഉത്തമം. കാരണം വല്ല രോഗങ്ങളും നിങ്ങൾക്ക് ഉള്ള സമയത്ത് ചിലപ്പോൾ ഇത് കഴിക്കാൻ പാടില്ല എന്നും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതൊന്ന് ഡോക്ടറെ സമീപിച്ച് അയാളടുത്ത് ചോദിച്ച് കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.